എല്ലാവർക്കും അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ലാസ്റ്റ് പാർട്ട് നമ്മൾ വെച്ച് നിർത്തിയത് അതിൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മൾ കസ്റ്റമായിട്ടുള്ള സൈസുകളും നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുള്ള വിഡ്ത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേര് കൊടുക്കാം, സൈസ് കൊടുക്കാം, വിഡ്ത്ത്, ഹൈറ്റ് ഏത് യൂണിറ്റിലാണെങ്കിൽ ആ യൂണിറ്റിൽ കൊടുക്കാം. അതായിരുന്നു ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വർക്ക് സ്പേസ് സെറ്റിങ്ങിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർക്കിംഗ് ഏരിയ. നമ്മൾ അന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ടൂൾ ബാർ ഇപ്പോൾ ഒറ്റ ലൈനിലാണ് ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഒരു ഡബിൾ ആരോ കാണാം നിങ്ങൾക്ക്. ആ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡബിൾ കോളമായിട്ട് ടൂൾസ് അറേഞ്ച് ആയിട്ട് നിൽക്കുന്നത് കാണാം. ഇപ്പോൾ സിംഗിളായിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പാനൽസ് ഉണ്ട്. പാനൽസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റി എടുക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നിന്ന് പെട്ടെന്ന് ഇതൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ സ്ക്രീനിലിപ്പോൾ ക്യാൻവാസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ടൂൾസ് ഒന്നും അവൈലബിൾ അല്ല, പാനൽസ് ഒന്നും അവൈലബിൾ അല്ല, എല്ലാം മിസ്സിങ് ആണ്. അപ്പോൾ വീണ്ടും നമ്മുടെ വർക്ക് സ്പേസ് റീസെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ നേരെ വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, അതിൽ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ഇതിൽ നമുക്ക് എസെൻഷ്യൽ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വീണ്ടും റീസെറ്റ് ആയിട്ടിരിക്കുന്നത് കാണാം. നമുക്ക് ഒരുവിധം എല്ലാ ടൂൾസും കവർ ചെയ്യുന്നൊരു വർക്ക് സ്പേസ് ആണ് ഈ എസെൻഷ്യൽ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് 3D ഉണ്ട്. 3D കുറച്ച് ഇപ്പോൾ പുതിയ ഫോട്ടോഷോപ്പിലൊക്കെ 3D ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ആ 3D എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതുപോലെ തന്നെ ഗ്രാഫിക് വെബ് യൂസ് ചെയ്യുന്നവർക്ക് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടൂൾ പ്രീസെറ്റ്സും അതിൻ്റെ ഫുള്ള് പാനൽസും എല്ലാം റീസെറ്റായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വർക്ക് സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കാം നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ നമുക്കിതിൽ ആവശ്യമില്ലാത്തത് നമുക്കിത് ജസ്റ്റ് വലിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു പുതിയ വർക്ക് സ്പേസ് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള വർക്ക് സ്പേസ് ഉണ്ട്, എസെൻഷ്യൽ എന്ന് പറഞ്ഞത്. അതുപോലെ 3D ചെയ്യുന്നവർക്ക് 3D ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഗ്രാഫിക് ആൻഡ് വെബ് ഡിസൈനിങ് ചെയ്യുന്നവർക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മോഷൻ ഗ്രാഫിക്സ് ചെയ്യുന്നവർക്ക് അതിനുള്ള എസെൻഷ്യൽസ് ഉണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നവർക്ക് കളേഴ്സും ബ്രഷസും അതിൻ്റെയൊക്കെ ഒരു പാനൽസൊക്കെ വെച്ചിട്ടുള്ള ഒരു വർക്ക് സ്പേസാണ് അതിലുള്ളത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള സെറ്റിങ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്കിതിൽ ഏത് വർക്ക് സ്പേസാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ്, ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി വർക്ക് സ്പേസിലൊക്കെ എടുക്കുന്നത്, നമ്മൾ റീസെറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നോ അതുപോലെ വന്ന് കിടക്കും. ഇനി നമുക്ക് നമ്മുടേതായ ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വർക്ക് സ്പേസാണ് മൈ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട്. അതുപോലെ നമുക്കൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എല്ലാം എടുത്തിട്ട് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡ് ബാറിലേക്ക് പോവും. നമുക്ക് ആവശ്യത്തിന് ഇത് ചെറുതാക്കി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഇത് മാക്സിമം വർക്ക് ക്യാൻവാസ് വരയ്ക്കാനുള്ളൊരു ക്യാൻവാസിൻ്റെ സ്പേസ് മാക്സിമം കിട്ടുന്ന രീതിയിൽ വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ഏരിയ നിങ്ങൾക്ക് മോണിറ്ററിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു വർക്ക് സ്പേസ് നമ്മൾക്ക് സേവ് ചെയ്ത് വെക്കണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോയിൽ പോവുക, വർക്ക് സ്പേസിൽ പോവുക, നേരെ വന്ന് ന്യൂ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ വർക്ക് സ്പേസിന് കൊടുക്കുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് മൈ വർക്ക് എന്ന് പറഞ്ഞ പേര് കൊടുത്തു, സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ വിൻഡോയിൽ പോയിട്ട് നമ്മൾ വർക്ക് സ്പേസ് എടുക്കുകയാണെങ്കിൽ മൈ വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൾറെഡി ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ എസെൻഷ്യൽ എടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രാഫിക് ആൻഡ് വെബ് എടുത്തു,
ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അടുത്ത സെറ്റ് ചെയ്ത് വെച്ചത് അതുപോലെ അതിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് സ്പേസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈ വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഡിലീറ്റ് വർക്ക് സ്പേസിൽ ഏതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് സ്പേസ് അതിലേതാ ആവശ്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. യെസ് ഓർ നോ ചോദിക്കും. ഡിലീറ്റ് ചെയ്യുമ്പോൾ യെസ് കൊടുക്കുകയാണെങ്കിൽ ആ വർക്ക് സ്പേസ് നമുക്കതിൽ നിന്ന് കളയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റേതായിട്ടൊരു രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വർക്ക് സ്പേസാണ് മൈ വർക്ക് സ്പേസ്. ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. അപ്പോൾ വിൻഡോയിൽ പോവുക, വർക്ക് സ്പേസിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. കൂടുതലായിട്ടും സാധാരണ ഒരുവിധം എല്ലാ ടൂൾസും കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു വർക്ക് സ്പേസാണ് എസെൻഷ്യൽ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ഇട്ടിട്ട് വർക്ക് ചെയ്യാം. ഏതായാലും പരമാവധി സ്പേസ് യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും വർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഒക്കെ കൂടുതലായിട്ട് കിട്ടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ 2 കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വൈറ്റ് കളറുണ്ട്, ഒരു ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ കാണുന്ന ഈ വൈറ്റ് കളറിനെയാണ് ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന കളറിനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. ഈ കളറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരു കളർ പിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ലൈറ്റ് കളേഴ്സ് ഉണ്ട്, ഡാർക്ക് കളേഴ്സ്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡാർക്കർ സൈഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കളർ വിൻഡോയിൽ ഇവിടെ കളേഴ്സ് മാറുന്ന കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ റെഡാണ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ റെഡിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കതിൽ അതുപോലെ തന്നെ ഇവിടെ സ്ലൈഡർ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ വേണമെങ്കിൽ യെല്ലോ, അതുപോലെ തന്നെ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഈ സ്ലൈഡറിൽ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡാർക്ക് കളേഴ്സ് വരും. ഇതുപോലെ തന്നെ ബ്ലാക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണറിൽ വന്നു കഴിഞ്ഞാൽ 000 ഇതാണ് ബ്ലാക്കിൻ്റെ കോഡ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ കോഡുകളുണ്ട്, കളർ കോഡുകൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ CMYKയിലാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ CMYKയുടെ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ പ്രിൻറ്റിൻ്റെ വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CMYKയിൽ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 100 ഇട്ട് കഴിഞ്ഞാൽ CMYKയിൽ 100 ഫുള്ള് 100 ഇട്ട് കഴിഞ്ഞാൽ പക്ക ബ്ലാക്ക് കിട്ടും. ഇപ്പോൾ പ്രിൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നവർ ബ്ലാക്ക് കളർ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ 100 കൊടുത്തിട്ടാണ് പക്ക ബ്ലാക്ക് ക്രിയേറ്റ് ചെയ്യാറ്. ഇതാണ് CMYKയിൽ പക്ക ബ്ലാക്ക് എന്ന് പറയുന്നത്. എല്ലാ വാല്യൂം 100 കൊടുക്കുക. അതുപോലെ തന്നെ 0 കൊടുക്കുകയാണെങ്കിൽ ഒക്കെ എല്ലാ വാല്യൂം 0 കൊടുക്കുകയാണെങ്കിൽ വൈറ്റിലേക്ക് പോകും. ഓക്കെ, വൈറ്റിലേക്ക് പോയി. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ആവശ്യമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. ഈ സ്ലൈഡർ വെച്ചിട്ട് നമുക്ക് കളറിൻ്റെ വേരിയേഷൻ ഹ്യൂസ് മാറ്റാൻ പറ്റും. ഇപ്പോൾ പിങ്ക് വേണമെങ്കിൽ പിങ്ക്, ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ബ്ലൂ കളർ സെലക്ട് ചെയ്തു, ആവശ്യമുള്ള ബ്ലൂ കളർ പിക്ക് ചെയ്തു. ഓക്കെ അടിക്കുകയാണെങ്കിൽ ആ കളറ് നമുക്ക് ഇവിടെ ഫോർഗ്രൗണ്ടിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും മാറ്റാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഒരു പിങ്ക് കളർ ഇടാണ്, ഡാർക്ക് പിങ്ക് കളർ ഇടാണ്. ഓക്കെ അടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഫോർഗ്രൗണ്ട് കളറിൽ ബ്ലൂ കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ഒരു ഡാർക്ക് പിങ്ക് കളറുമാണ് കിടക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ കളർ നമുക്ക് ഇതിലേക്ക് ഒറ്റയടിക്ക് ഫില്ല് ചെയ്യാം. ഈ ക്യാൻവാസ് ഇപ്പോൾ നമ്മുടെ വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ കീ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളറ് ഇവിടെ ക്യാൻവാസ് മൊത്തം ഫില്ലായി. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ ഫില്ല് ചെയ്യണ ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ജസ്റ്റ് കൺട്രോൾ-Z അടിക്കുകയാണ്. അതായത് കൺട്രോൾ-Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡു, അതായത് നമ്മൾ ചെയ്തത് വേണ്ടാന്ന് വയ്ക്കുകയാണ്. ഓക്കെ,
ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ട് കളറാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ് ആൾട്ട് ബാക്ക് സ്പേസ്. ഓക്കെ, ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചപ്പോൾ നമുക്ക് അവിടെ ബ്ലൂ കളർ കാണാൻ പറ്റി. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഫോർഗ്രൗണ്ട് കളർ ഏതാണോ ആ കളറാണ് നമ്മൾ ഒറ്റയടിക്ക് ഫില്ല് ചെയ്തത്. അപ്പോൾ നമ്മൾ അൺഡു അടിക്കുകയാണ്. അപ്പോൾ അൺഡുവിൻ്റെ ഓപ്ഷൻ നമുക്കിതിൽ ഇവിടെ കിട്ടുകയാണ്. എഡിറ്റിൽ എന്ന് പോയിട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് അൺഡു. ഒരു പ്രാവശ്യം നമ്മൾ ബാക്ക് വരാൻ Ctrl+Z, ഇതിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ അൺഡു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+Z. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് പിന്നെയും നമുക്ക് ബാക്കിലോട്ട് ഓരോ സ്റ്റേജും ബാക്കിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ട് Ctrl+Z അടിക്കണം. അൺഡു വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും തിരിച്ചാക്കണമെങ്കിൽ ഷിഫ്റ്റ് Ctrl+Z അടിക്കണം. ഇതിൽ നമുക്ക് സ്ക്രീൻ മോഡുകളുണ്ട്. അതായത് പലതരത്തിൽ നമുക്ക് സ്ക്രീനിൻ്റെ മോഡുകൾ ചേഞ്ച് ചെയ്യാം. അതിനുള്ള ടൂളാണ് നമുക്ക് ടൂൾ ബാറിലെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻസ്. അതായത് നമ്മുടെ ചേഞ്ച് സ്ക്രീൻ മോഡ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് എഫ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഹോവർ ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഷോർട്ട് കട്ടാണ് എഫ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സ്ക്രീനിൽ നമ്മൾ എഫ് അമർത്താണ്. എഫ് അമർത്തിയപ്പോൾ നമ്മുടെ മുകളിലത്തെ ഒരു സെക്ഷൻ പോയി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ അടിയിലത്തെ ഡെസ്ക്ടോപ്പിൻ്റെ പാനലിൽ പോയി. ഇനി വീണ്ടും നമ്മൾ എഫ് അമർത്തുകയാണെങ്കിൽ നമ്മുടെ ടൂൾസും ഇതൊക്കെ പോവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഈ സ്ക്രീനിൽ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫുള്ള് ഷോർട്ട് കട്ട്സ് വെച്ചിട്ടായിരിക്കും എക്സ്പെർട്സ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് കൂടുതൽ എക്സ്പെർട്ടായ ആൾക്കാരൊക്കെ ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. സ്ക്രീനിൽ ജസ്റ്റ് വർക്ക് ക്യാൻവാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ മോഡ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മൾ എക്സ്പെർട്ടായി വരുമ്പോൾ നമുക്ക് ഈ മോഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മോഡ് മാറ്റാനുള്ള സ്ക്രീനിൻ്റെ മോഡ് മാറ്റാനുള്ള ഷോർട്ട് കട്ടാണ് എഫ്. ഇപ്പോൾ നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ വന്നു. ഓക്കെ, ഫസ്റ്റ് എഫ് അടിച്ചപ്പോൾ ഒരു ഫുൾ സ്ക്രീൻ മോഡ് പോലെ വന്നു. ഇനി പിന്നെ എഫ് അടിച്ചപ്പോൾ ടൂൾസും പാനൽസും എല്ലാം പോയി. പിന്നെ എഫ് അടിച്ചപ്പോൾ പഴയ രീതിയിൽ വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീൻ ചേഞ്ച് മോഡ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ സോഫ്റ്റ്വെയറിലും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സൂം ചെയ്ത് നോക്കുക, പാൻ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറിലും ഉള്ളതാണ്. അതിപ്പോൾ പെയിൻറ്റിലാണെങ്കിലും ചെറിയ ചെറിയ സോഫ്റ്റ്വെയറിലെല്ലാതും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. സൂം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇമേജിനെ ക്യാൻവാസിനെ ഒന്നും കൂടി അടുത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സൂം ടൂള്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മോൾ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൂൾ ബാറിനെ 2 കോളാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന സൂം ടൂൾ, ഇതാണ് നമ്മുടെ സൂം ടൂൾ. അതിൻ്റെ ഷോർട്ട് കട്ടാണ് Z. ഓക്കെ, നമ്മൾ സൂം ടൂൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ കാണുന്നത് മൗസിൻ്റെ ഐക്കൺ പ്ലസ് എന്ന് പറഞ്ഞ ഐക്കണാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യും തോറും മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യും തോറും സൂമായിട്ട് നമ്മുടെ ക്യാൻവാസ് സൂമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസ്സിലത്തെ പിക്സൽസ് ആയിട്ടൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ സൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ ലെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്, കൂടുതൽ അടുത്തേക്ക് കാണുന്നത്. ഇനി നമ്മൾ സൂം ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇതാണ് നമ്മുടെ സൂം ഔട്ടിൻ്റെ കീ. ഇവിടെ നമുക്ക് ഈ ടൂൾ എടുക്കുമ്പോൾ സൂം ടൂൾ എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ സൂം ടൂളിൻ്റെ പ്രീസെറ്റ്സ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് മൈനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കിടക്കുന്നത്. അതുപോലെ മൈനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ മൈനസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യും തോറും അത് ചെറുതായി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സൂം ലെവലിലേക്ക് വരും. വീണ്ടും നമുക്ക് ചെറുതാക്കാം, എത്ര വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറക്റ്റ് സൂം ലെവലിലേക്ക് കൊണ്ടുവരണം. അതായത് ഈ സ്ക്രീനിൽ ഫിറ്റായി കാണുന്ന രീതിയിൽ കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും കറക്റ്റ് എഡ്ജ് ടു എഡ്ജായിട്ട് നമ്മുടെ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ന്യൂവിൽ നമ്മൾ സൈസ് സെറ്റ് ചെയ്തിട്ടല്ലേ ഈ ക്യാൻവാസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ച് പക്ക 100% ആയിട്ട് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സൂം ടൂളിൽ ഇവിടെ 100% എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ പ്രിൻ്റ് വരുന്നത് ആ ഒരു വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ആക്ച്വൽ പ്രിൻ്റ് സൈസ് എങ്ങനെയാണോ ഈ വ്യൂവിലിട്ടിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ക്ലാരിറ്റി, ഇമേജിൻ്റെ ക്ലാരിറ്റി എങ്ങാനും മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 100% ഇട്ടിട്ട് വേണം റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ചില ഇമേജുകളൊക്കെ ചെറിയ ഇമേജ് വലുതാക്കുമ്പോൾ പിക്സലായിട്ട് ആവാറുണ്ട്. അതായത് അതിൻ്റെ സൈസ് ഡാമേജ് ആവുന്നുണ്ട്, ഇമേജ് ഡാമേജ് ആവാറുണ്ട്. കറക്റ്റ് ഇമേജ് സൈസാണോ കറക്റ്റ് ക്ലാരിറ്റി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും 100% ഇട്ട് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഇവിടെ എഴുതി കാണിക്കും ഇത് എത്ര % വ്യൂ ആണ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് നമ്മൾ പേര് കൊടുത്തിട്ടില്ല, അൺടൈറ്റിൽഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ 100% സൂം, പിന്നെ RGB കളറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതിന്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഡോക്യുമെൻറ്റിൻ്റെ നെയിമിൻ്റെ ഒപ്പം തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പ്രിൻ്റ് സൈസ് കാണിക്കും. അതുപോലെ തന്നെ ഫിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്രീനിൽ ഫിറ്റായിട്ട് കാണിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഫിൽ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫില്ലായിട്ട് നിൽക്കുന്ന രീതിയിൽ വർക്ക് കാണിക്കും. അതായത് ക്യാൻവാസ് മാക്സിമം സ്ക്രീനിൽ ഫില്ലായിട്ട് നിൽക്കുന്ന രീതിയിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കീബോർഡിൽ സെഡ് അടിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ സൂം ടൂൾ ഇവിടെ ആക്റ്റീവായി. ഓക്കെ, നമ്മുടെ മൗസിൻ്റെ ഐക്കണും വന്നു. ഇപ്പോൾ നമ്മളിവിടെ മൈനസിലാണ് ഇട്ടേക്കണത് സൂം ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതുപോലെ തന്നെ സൂം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാതെ നമുക്കിപ്പോൾ ആൾട്ട് പിടിക്കുകയാണെങ്കിൽ മൈനസ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ആൾട്ട് ഞെക്കി പിടിക്കുകയാണ് കീബോർഡിൽ, അപ്പോൾ നമുക്കിത് മൈനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആവും. ഇനി നമ്മൾ ഇപ്പോൾ പ്ലസ്സിലാണ് കിടക്കുന്നത്, നമുക്കിതിനെ സൂം ചെയ്യാനും പറ്റും. ആൾട്ട് പിടിക്കുകയാണെങ്കിൽ മൈനസ് ചെയ്യാനും പറ്റും. ഇനി ഈ സൂം ചെയ്യണതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. സൂം ടൂൾ എടുക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ മൂവ് ടൂളാണ്, വേറെ ഏതെങ്കിലും ടൂളാണ് യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ സൂം ടൂൾ എടുക്കാതെ തന്നെ Ctrl+ അടിച്ച് കഴിഞ്ഞാൽ സൂം ഇൻ ആവും, Ctrl- അടിച്ച് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും. ഇതാണ് സൂമിൻ്റെ ഷോർട്ട് കട്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് Ctrl+, Ctrl-. ഓക്കെ, നമ്മളിപ്പോൾ സൂം പഠിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് പാൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പോൾ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയറിലും യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഈ കൈയിൻ്റെ ഐക്കണുള്ള ടൂളാണ് പാൻ ടൂൾ. അതായത് നമ്മൾ സൂം ചെയ്ത ഭാഗം ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ഞാൻ ഇപ്പോൾ കളർ ചെയ്യുന്നുണ്ട്. ഈ കളറിങ്ങൊക്കെ ജസ്റ്റ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു കളർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് സൂം ചെയ്ത് നോക്കണമെങ്കിൽ Ctrl+ അടിക്കുക, സൂം ഇന്നായിട്ട് വരും. ഇനി നമ്മൾ സ്പേസ് ബാർ അമർത്തുകയാണെങ്കിൽ, വേറെ ഏത് ടൂൾ എടുത്താലും നമ്മൾ സ്പേസ് ബാർ അമർത്തുകയാണെങ്കിൽ ഒരു കൈയിൻ്റെ ഒരു ഐക്കൺ നമുക്കിവിടെ കാണാം. കൈയിൻ്റെ ഐക്കൺ വരുമ്പോൾ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ഏരിയ ആയിട്ട് നമുക്ക് എഡ്ജ് ടു എഡ്ജ് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പാനിങ് എന്ന് പറയുന്നത്. അതായത് സൂം ചെയ്തിട്ടുള്ള അതിൻ്റെ എഡ്ജസൊക്കെ നമുക്ക് കറക്റ്റാണോ, നമ്മൾ കൊടുത്തിരിക്കുന്ന കളറൊക്കെ കറക്റ്റാണോ എന്ന് എഡ്ജ് ടു എഡ്ജ് നമുക്ക് അടുത്ത് കാണുന്ന രീതിയിൽ മാറ്റി നോക്കാം. ഓക്കെ, നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുക, വിടുക, ഡ്രാഗ് ചെയ്ത് വിടുക. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ പാൻ എന്നാണ് പറയുന്നത്. അതിന് ഷോർട്ട് കട്ട് നമ്മൾ കീബോർഡിൽ സ്പേസ് ബാർ അമർത്തി പിടിക്കുക. ഓക്കെ, ഏത് ടൂൾ എടുത്താലും നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. സ്പേസ് ബാർ അമർത്തി പിടിക്കുക, പാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സൂമും പാനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ കുറേ കാശ് കൊടുത്തിട്ടൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.